എപ്പോഴും സന്തോഷമായിരിക്കാൻ നമുക്ക് സാധിക്കും. അതിന് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അനാവശ്യമായി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക. അവരെന്ത് വിചാരിക്കുന്നുണ്ടാവും എന്നെക്കുറിച്ച്? ചിലർക്ക് എപ്പോഴും വേവലാതിയാണ്. അവളിപ്പോൾ എന്ത് ചിന്തിക്കുന്നുണ്ടാവും, അവനിപ്പോൾ എന്ത് ചിന്തിക്കുന്നുണ്ടാവും, അവരെന്തോ ചിന്തിക്കട്ടെ, അത് നമ്മളുടെ കാര്യമല്ല. അവർക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. 3, എനർജി ലോസേഴ്സ്. ഇത്തരം ആളുകൾ നമ്മളുടെ സന്തോഷത്തെ കെടുത്തും. കാരണം മിണ്ടാതിരിക്കുന്നത് ഒരു തരം സന്തോഷം കെടുത്തുന്ന സ്വഭാവം തന്നെയാണ് അല്ലേ? അപ്പോൾ ഇത്തരം ആളുകളെ കാണുമ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് അവരെ ബ്ലെസ് ചെയ്ത് വിടുക, ഫോർഗീവ് ചെയ്യുക, ബ്ലെസ്സിങ് കൊടുക്കുക. അവരെപ്പോഴും അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് നല്ലത് വരട്ടെ മനസ്സറിഞ്ഞ്. ശരിക്കും നമുക്കങ്ങനെ ചെയ്യാൻ തോന്നില്ല, കാരണം ഇവരുടെ പെരുമാറ്റം നമ്മളെ ഏറെ വേദനപ്പെടുത്തും. പക്ഷേ എങ്കിലും നിങ്ങൾ ചെയ്യേണ്ടത് അവരെ മനസ്സിലോർത്തുകൊണ്ട് അവരെ സകലവിധ നന്മകളും നൽകി അനുഗ്രഹിക്കുക. കാരണം ഇത്തരം ആളുകളെ നമുക്ക് നന്നാക്കാൻ സാധിക്കില്ല. 3, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മളവിടെ ചെറുതായിട്ട് മറ്റുള്ള ആളുകൾ എന്നെ കാണുന്നു, അല്ലെങ്കിൽ എനിക്കൊരു സ്ഥാനമില്ല എന്ന് തോന്നുന്നൊരു നിമിഷമൊക്കെ ഉണ്ടാവും അല്ലേ? ആ സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, എന്നെപ്പോലെ യോഗ്യനായൊരു വ്യക്തിയെ സംസാരിക്കാനോ അല്ലെങ്കിൽ കൂട്ടുകൂടാനുള്ള യോഗ്യത അവർക്കില്ല. അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനത്തെ വേദനകളൊന്നും നമ്മെ ബാധിക്കില്ല. പിന്നെ ചെയ്യേണ്ടത്, നിങ്ങളെന്നും ന്യൂസ് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ക്രൈം ന്യൂസുകളൊന്നും കാണാതിരിക്കുക മാക്സിമം. കാരണം ഇത് നിങ്ങളുടെ ഉത്കണ്ഠ വർദ്ധിപ്പിക്കും, അനാവശ്യ ഭയം വർദ്ധിപ്പിക്കും. രാത്രി ഉറങ്ങാൻ പോകുന്ന തൊട്ട് മുൻപ് ഇത്തരം ന്യൂസുകളൊന്നും കാണാതിരിക്കുക. ഇതെല്ലാം നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ദിവസവും ഒപ്പിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. നിങ്ങളുടെ സമൃദ്ധിയിലേക്ക് നോക്കുക, നിങ്ങളുടെ സന്തോഷമുള്ള ജീവിതത്തിലേക്ക് നോക്കുക. ഇങ്ങനെ സ്വയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സന്തോഷം നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നു. അതേപോലെ പല റീൽസും കാണും. ചിലപ്പോൾ പല സെലിബ്രിറ്റികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പല റീൽസും ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി ആ ദിവസം മുഴുവൻ അത് ആലോചിച്ചിരിക്കുക. നമ്മൾ കഴിയുന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ എന്ത് ചെയ്തത് അനാവശ്യമായി ചിന്തിക്കുകയോ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കുകയോ ചെയ്തു. നമുക്ക് തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, നമ്മുടെ മേന്മയ്ക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കുക. വ്യക്തികളെ അവിടെ ഇടപെടുന്ന സമയത്ത് അവരിൽ നിന്നുള്ള ആ എനർജി നമ്മളിലേക്ക് വരാതിരിക്കാൻ അവർ ബ്ലെസ് ചെയ്തുകൊണ്ടേയിരിക്കുക. ആ പ്രശ്നം സോൾവായി. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സന്തോഷം തിരഞ്ഞെടുക്കുക. ദുഃഖമല്ല, നമ്മളെപ്പോഴും സന്തോഷം തിരഞ്ഞെടുക്കുന്നവരായി തീരണം മനഃപൂർവ്വം.